മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ വൈസ് പ്രസിഡന്റായി ജോസ് പെരുമ്പള്ളിക്കുന്നിൽ സ്ഥാനം ഏറ്റെടുത്തു. വൈസ് പ്രസിഡന്റായിരുന്ന സാബു ജോൺ രാജിവെച്ച ഒഴിവിലേക്കാണ് പുതിയ നിയമനം. ആവോലി ഡിവിഷനിൽ നിന്നുള്ള അംഗമാണ് ജോസ് പെരുമ്പള്ളിക്കുന്നിൽ. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ജോസ് പെരുമ്പള്ളിക്കുന്നിൽ സ്ഥാനമേറ്റെടുത്തു. വൈസ് പ്രസിഡന്റായിരുന്ന സാബു ജോൺ രാജിവെച്ച ഒഴിവിലേക്കാണ് പുതിയ നിയമനം. ആവോലി ഡിവിഷനിൽ നിന്നുള്ള അംഗമായ ജോസ് പെരുമ്പള്ളിക്കുന്നിൽ 2010-15 കാലയളവിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ 2 തവണ മഞ്ഞള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. DCC ജനറൽ സെക്രട്ടറിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധ്യക്ഷ, ഉപാധ്യക്ഷ പദവികൾ വഹിക്കുന്ന കോൺഗ്രസിന്റെ ബൂത്ത്, മണ്ഡലം, ബ്ലോക്ക് പ്രസിഡന്റുമാർ പാർട്ടി ഭാരവാഹിത്വമൊഴിയണമെന്ന് KPCC നിർദ്ദേശം നൽകിയിരുന്നു. ഈ മാർഗനിർദ്ദേശം പാലിച്ചാണ് സംഘടനാ രംഗത്ത് സജീവമായി തുടരുന്നതിനായി സ്ഥാനമേറ്റ് 6 മാസം തികയുന്നതിന് മുൻപ് സാബു ജോൺ രാജിവെച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ പ്രതിപക്ഷാംഗങ്ങളില്ലാത്തതിനാൽ തെരഞ്ഞെടുപ്പ് നടപടികൾ കൂടാതെ തന്നെ ജോസ് പെരുമ്പള്ളിക്കുന്നിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. സാബു ജോൺ ജോസ് പെരുമ്പള്ളിക്കുന്നിലിന്റെ പേര് നിർദ്ദേശിക്കുകയും ലിസി ജോളി പിന്താങ്ങുകയും ചെയ്തു. മൂവാറ്റുപുഴ RDO വരണാധികാരിയായിരുന്നു. ശ്രീ ജോസ് തോമസ് പെരുമ്പള്ളിക്കുന്നിൽ ആവോലി ബ്ലോക്ക് ഡിവിഷനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ജോസ് തോമസ് പെരുമ്പള്ളിക്കുന്നിനെ ശ്രീ സാബു ജോൺ പ്രപ്പോസ് ചെയ്തിരിക്കുന്നു. ശ്രീമതി ലിസി ജോളി പിന്താങ്ങിയിരിക്കുന്നു. മറ്റാരും ഈ പ്രോസസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല എന്ന കാരണത്താൽ ശ്രീ ജോസ് തോമസ് പെരുമ്പള്ളിക്കുന്നിൽ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ജോസ് പെരുമ്പള്ളിക്കുന്നിൽ എന്ന ഞാൻ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ നിയമം മൂലം സ്ഥാപിതമായ ഭാരതീയ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭാരതത്തിന്റെ ഭരണാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും നിഷ്പക്ഷതയോടെയും ഭയമോ പ്രീതിയോ വിദ്വേഷമോ ഇല്ലാതെയും നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്തിനെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അദ്ദേഹം പ്രതികരിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ തരത്തിലുമുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ നമ്മുടെ മൂവാറ്റുപുഴയിലുണ്ട്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. എല്ലാവരും ഒരുമിച്ച് നിന്ന് എല്ലാ മണ്ഡലങ്ങളിൽ നിന്നുള്ള മണ്ഡലം പ്രസിഡന്റുമാരോട് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഭാരവാഹികൾ എത്തിയിട്ടുണ്ട്, ബ്ലോക്ക് ഭാരവാഹികൾ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഈ ഭരണം UDFന്റെ ഭരണ സമയത്ത് നമുക്ക് എത്രത്തോളം നമുക്ക് ഫണ്ടുകൾ സമാഹരിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാവോ അത്രമാത്രം പ്രവർത്തിക്കാൻ എല്ലാവരും ഒരു മനസ്സായി നിൽക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്.